തുണിയിലേലും ഇവിടുത്തെ സ്വാമിമാർക്കൊക്കെ കൂളിംഗ് ഗ്ലാസ് മസ്റ്റ് ആണ് കേട്ടോ. കുംഭമേള എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് പിച്ചെടുക്കാനിരിക്കുന്ന ഒരു പറ്റ സ്വാമിമാരുടെ ഇടയിലേക്കാണ് കേട്ടോ നമ്മൾ ചെന്ന് കയറി കൊടുക്കുന്നത്. ഡോക്ടർമാരായിട്ടുള്ള സ്വാമിമാരും ഇവിടെ ഉണ്ട് കേട്ടോ. പ്രയാഗ്രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലഹബാദ് തന്നെയാണ് കേട്ടോ. യുപിയിൽ പ്രയാഗ്രാജിലാണ് കേട്ടോ നമ്മളുള്ളത്. ഇവിടെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും കുംഭമേള അല്ല, മഹാകുംഭമേള. 144 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് മഹാകുംഭമേള സംഭവിക്കുന്നത് കേട്ടോ. ഇന്ത്യക്കാർ മാത്രമല്ല കേട്ടോ, വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ കുംഭമേള കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമാണ് കേട്ടോ. ത്രിവേണി സംഗമം എന്നൊക്കെ കേട്ടിട്ടില്ല, ആ സ്ഥലമാണ് ഇവിടെ വെച്ചിട്ടാണ് മഹാകുംഭമേള നടക്കുന്നത്. ഫെബ്രുവരി 26 വരെയാണ് കേട്ടോ കുംഭമേള ഇവിടെ നടക്കുന്നത്. ഈ കുംഭമേള നടക്കുന്ന ടൈമിൽ ഈ നദിയിലെ വെള്ളം അമൃതാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ദേവന്മാരും ഒക്കെ ഇവിടെ വരും, കുളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ദേവന്മാര് വരുമെങ്കിൽ എന്തായാലും അസുരന്മാരും എന്തായാലും വരുമായിരിക്കും അല്ലേ. നമ്മൾ നടക്കുന്ന വഴിയുടെ 2 സൈഡിലായിട്ട് ഇവര് ടെന്റ് കെട്ടി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്വാമിമാരൊക്കെ അമ്പലം പോലത്തെ വലിയ സാധനങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലോക്കൽ സ്വാമിമാരൊക്കെ ചെറിയ ടെന്റുകൾ കെട്ടി അവിടെയാണ് താമസിക്കുന്നത്. കുറെ ആൾക്കാർ അനുഗ്രഹം മേടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ചെല്ലുന്നവരുടെ തലയിൽ മയിൽപ്പീൽ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം വെച്ചിട്ട് 2 തട്ടും തട്ടി കുറെ ഭസ്മം ഇട്ടിട്ട് അവർ പൈസ മേടിക്കും. കുംഭമേള എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് പിച്ചെടുക്കാനിരിക്കുന്ന ഒരു പറ്റ സ്വാമിമാരുടെ ഇടയിലേക്കാണ് കേട്ടോ നമ്മൾ ചെന്ന് കയറി കൊടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന പോലത്തെ ചവിട്ടിയും കുത്തിയൊക്കെ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറ്റിത്തരുന്ന കുറെ ഡോക്ടർമാരായിട്ടുള്ള സ്വാമിമാരും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താണ് പ്രശ്നമെന്ന് ചെന്ന് പറഞ്ഞാൽ മതി, 1 മിനിറ്റിനുള്ളിൽ അവർ സെറ്റ് ആക്കി തരും. ഇവരുടെയൊക്കെ മുമ്പിൽ ആൾക്കാരുടെ ക്യൂ ആണ് കേട്ടോ.